നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് എല്ലാരും കൂടെ ആഹാരം കഴിച്ചോണ്ടിരിക്കണ സമയത്ത് ഗോമതി പറഞ്ഞു, മോൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ആനന്ദിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ വാങ്ങിച്ചാരെന്നൊക്കെ ശ്രീദേവിയോട് പറഞ്ഞു. ശ്രീദേവി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ആഹാരമാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു, അതെ എനിക്കും അത് തന്നെയാന്ന് പറഞ്ഞു. ആ സമയത്ത് ഗോമതി പറഞ്ഞു, കണ്ടോടാ, എന്റെ പെൺമക്കൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം തന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതെ എനിക്കും ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരം തന്നെ ഇഷ്ടം. ചേച്ചി ചൂട് ദോശയൊക്കെ ഉണ്ടാക്കി തരുമ്പോഴുണ്ടല്ലോ അതിന്റെ രുചി അതൊന്നും വേറെ തന്നെയാണ്. ദോശ ഉണ്ടാക്കുന്നിടത്ത് വന്ന് നിന്ന് ഇച്ചിരി ചമ്മന്തിയും കൂട്ടി ആ ചൂട് ദോശ കഴിക്കുമ്പോ ഉണ്ടല്ലോ, ഒരു മന്തിക്കും ഒരു ഷവായിക്കൊന്നും അതിന്റെ ടേസ്റ്റ് ഒന്നും ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗോമതി ചോദിക്കുന്നത്, അല്ലടാ സുകന്യ എന്തിയെന്ന് ചോദിച്ചു. സുകന്യയെ വിളിക്കാനായിട്ട് മിത്ര പോയിട്ടുണ്ടല്ലോ. അല്ല ഇതുവരെയായിട്ടും വന്നില്ലല്ലോ, എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിച്ചു. എന്ത് പ്രശ്നം? അപ്പോഴേക്കും മിത്ര വന്നിട്ട് പറഞ്ഞു, അതെ സുകന്യേച്ചിക്ക് ആഹാരം വേണ്ടെന്നാ പറഞ്ഞ്. വേണ്ടെന്നോ? അതെ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താടാ എന്തേലും പ്രശ്നമുണ്ടോന്ന് ഗോമതി ധർമ്മനോട് ചോദിച്ചു. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല ചേച്ചി. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അതെന്താ പിന്നെ അവൾ ആഹാരം വേണ്ടെന്ന് പറഞ്ഞേ? നിങ്ങൾ തമ്മിൽ എന്തേലും വഴക്കുണ്ടോ? വഴക്കോ? ശ്രീദേവി പറഞ്ഞു, സത്യം പറയണം മാമ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മില്? എന്റെ പൊന്നു ശ്രീദേവി, ഒരു പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞ നിങ്ങക്ക് വിശ്വാസം വരുന്നില്ലേ? സത്യമായിട്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സുകന്യ അങ്ങോട്ടേക്ക് വരുന്നത്. സുകന്യയെ കണ്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞതേ സുകന്യ ചേച്ചി വന്നല്ലോ എന്ന് പറഞ്ഞു. സുകന്യയെ കണ്ടു കഴിഞ്ഞപ്പോ മീനാക്ഷി ചോദിച്ചു, സുകന്യേച്ചി എന്ത് പറ്റിയെന്ന് ചോദിക്കണം, മാമനുമായിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. സുകന്യ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, കണ്ടില്ലേ സുകന്യ ഒന്നും സംസാരിക്കണില്ല എന്ന് പറയണ. പിന്നീട് ഒന്നുകൂടെ ചോദിച്ചു കഴിഞ്ഞപ്പത്തിന് സുകന്യ പറഞ്ഞു, അതെ ധർമ്മേട്ടൻ എന്നെ ഇഷ്ടമില്ല എന്ന് പറയണ. ഇഷ്ടമില്ലാന്നോ? എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഗോമതി ചോദിച്ചു, എന്താണ് ധർമ്മ, നിനക്ക് അവളെ ഇഷ്ടമില്ലേന്ന് ചോദിച്ചു. അയ്യോ എന്റെ ചേച്ചി എനിക്കറിയില്ല, ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല നിന്നെ ഇഷ്ടമില്ലാന്നെങ്ങാനും അവൻ പറയോ മറ്റോ ചെയ്തോ സുകന്യെന്ന് ചോദിച്ചു. പറഞ്ഞിട്ടൊന്നുമില്ല. അത്ര ആശ്വാസം എന്ന് ധർമ്മന് പറയാ. പിന്നെ എങ്ങനെ ഇഷ്ടമില്ലെന്ന് മനസ്സിലായത്? അത് ധർമ്മേട്ടന്റെ ഓരോ പ്രവൃത്തികൾ കണ്ട അറിയാൻ മേലെ എന്നെ ഇഷ്ടമില്ലാന്ന്. അത് കേട്ടപ്പം മിത്ര ചോദിച്ചു, അല്ലെ എന്ത് പ്രവൃത്തിയാ മാമൻ? അല്ല ചെറിയച്ഛൻ അങ്ങനെ പറയുവോ പ്രവർത്തിക്കോ അങ്ങനെ എന്തേലും ചെയ്തോന്ന് ചോദിച്ചു. അതെ എനിക്കതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളെ ഇതുവരെ ആയിട്ടും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോയെന്ന് ചോദിച്ചു. ധർമ്മം പറഞ്ഞു, ഞാനേ ഹണിമൂണിനൊക്കെ കൊണ്ടുപോയില്ലേന്ന് ചോദിക്കുക. ആ ഹണിമൂണിനൊക്കെ കൊണ്ടുപോയില്ലേ എന്ന് ശ്രീദേവിയും പറഞ്ഞു. അതല്ല പിന്നെയോ, അതിനുശേഷം ഒരിടത്തും പോണ്ടേ? ആ ഹണിമൂണോട് കൂടി എല്ലാം തീർന്നോ? അതിനുശേഷം ഒരു പാർക്കിൽ കൊണ്ടുപോയിട്ടില്ല, ബീച്ചിൽ കൊണ്ടുപോയിട്ടില്ല, ഒരു സിനിമ കാണാൻ കൊണ്ടുപോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. ധർമ്മേട്ടന് എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ അങ്ങനെയൊക്കെ പോവാത്തെ. അപ്പൊ അതാണ് കാര്യം. മീനാക്ഷി പറഞ്ഞു, അതെ മാമ സുകന്യേച്ചി ചോദിച്ചു സമാധാനം പറ, എന്തുകൊണ്ടാ മാമൻ സുകന്യേച്ചിയും കൊണ്ട് പുറത്തു പോവാത്തെ? അല്ല അത് പിന്നെ ഞാന്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയാം. മിത്ര പറഞ്ഞു, അതെ ഇന്ന് തന്നെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം, എന്നിട്ടോ ബാക്കി കാര്യമുള്ളെന്ന് പറഞ്ഞു. അല്ല ഇനിയിപ്പോ എന്താ പ്ലാൻ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് നമുക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഞാനൊരു കാര്യം കൂടെ പറയാം, നാളെ തന്നെ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, നാളെ മാമൻ സുകന്യ ചേച്ചിയെ കൊണ്ട് നേരെ സിനിമയ്ക്ക് പോട്ടെ എന്ന് പറഞ്ഞു. അല്ല അത് പിന്നെ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മം കിടന്ന് ഉരുണ്ട് കളിക്കുക. ബാലൻ പറഞ്ഞു, നാളെ എന്ന് പറഞ്ഞു ഒന്നുമില്ല, നാളെ സിനിമയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി, പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അത് ശരിയാ, നാളെ ആദ്യം സിനിമയ്ക്ക് പോകണം, അത് കഴിഞ്ഞ് പാറയ്ക്ക് പോകണം, പിന്നെ ബീച്ചിൽ പോകണം, പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി. എങ്ങനെയുണ്ട്? ഗോമതി പറഞ്ഞു, ഇത് സെറ്റപ്പാ, ഇത് മതി എന്ന് പറഞ്ഞു. സുകന്യേച്ചിക്ക് ഇപ്പൊ സന്തോഷമായില്ലെന്ന് മീനാക്ഷി ചോദിച്ചു. സുകന്യൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ ധർമ്മ നീ പറയാത്തോണ്ടാ, നീ പറയടാ, സമ്മതിച്ചു നാളെ കൊണ്ടാവാന്ന് പറ. കൊണ്ടാവുന്നൊക്കെ ഒരു ഒഴുക്കം പറ്റി പറയാം. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, ഇങ്ങനെയാണ്ടാ പറയണെന്ന് ചോദിച്ചു. ആ സമയം ഗോമതി പറഞ്ഞു, എടാ ഒന്ന് സന്തോഷത്തോടെ പറ. അനുശ്രീ പറഞ്ഞു, അത് ശരിയാ, ഒന്ന് ചിരിച്ച് സന്തോഷത്തോടെ പറ എന്റെ മാമ, നാളെ ഞാൻ പുറത്തു കൊണ്ടാവാന്ന്. ഒടുവിൽ ധർമ്മൻ അങ്ങനെ പറയാണ്. അത് കേട്ടപ്പോ അനുശ്രീ സുകന്യയോട് പറഞ്ഞു, ഇപ്പൊ സമാധാനമായല്ലോ, ഇനി ആഹാരം കഴിക്കാലോ എന്ന് ചോദിച്ചു. അങ്ങനെ സുകന്യ ആഹാരം കഴിക്കാനായിട്ട് വന്നിരുന്നു. എല്ലാരും കൂടെ സന്തോഷത്തോടെ ആഹാരം കഴിക്കുകയാണ്. ആ സമയത്ത് സുകന്യ പറഞ്ഞു, ഇനിയിപ്പം ഞാനും ദേവി എപ്പോഴും ഒരു ടീമായിരിക്കും എന്ന് പറയണം. അപ്പൊ ശ്രീദേവിയുടെ അടുത്തിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. അത് കേട്ടപ്പോ മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, നമ്മളെല്ലാം ഒരു ടീമല്ലേന്ന് ചോദിച്ചു.
പക്ഷെ അത് സുഗന്യക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ടീമൊന്നും വേണ്ടെന്ന് പറയണ. സുഗന്യ പറഞ്ഞു വേണം, ഞാനും ദേവി ഒരു ടീം ആയിക്കോളാം, മീനാക്ഷി മിത്രം വേറെ ടീമായാൽ മതി എന്ന് പറഞ്ഞു. അത് പക്ഷെ അവർ കുട്ടും കൂടെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല മീനാക്ഷിക്കും മിത്രയ്ക്കും. കാരണം ഇങ്ങനെ ടീമായിട്ട് കളിക്കുന്നതോട് അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു താനും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ മിത്ര മുറിയിലേക്ക് വന്ന് മീനാക്ഷി വാങ്ങിക്കൊടുത്ത ഷൂസ് ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ആരും വന്നിട്ട് ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് ഇത് എടുത്തു വെക്കാറായില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്ന കാണാലോ. അതെ, ഇത് എത്ര കണ്ടാലും എനിക്ക് മതിയാകത്തില്ല ആര്യാന്ന് പറയണ. അതെന്താ? അതങ്ങനെയാന്ന് പറയാ. വില പിടിച്ച ഷൂസ് ആയതുകൊണ്ടായിരിക്കുമല്ലേ? ഇനി എത്രയാ വില പറഞ്ഞു? 3000 4000? അതെ ആര്യ, 3000 4000 ഒന്നും അല്ല. ഈ ഷൂസിന് എത്ര വിലയെന്നറിയോ? എന്റെ മനസ്സിലെ സ്ഥാനം അത്രയുണ്ട്. എന്റെ ചേച്ചിമാരുടെ സ്നേഹമാണ് ഈ ഷൂസ്. ഇതിന് വിലയിടാൻ പറ്റില്ല. 3000 എന്നല്ല 30,000 വിലയിടാൻ പറ്റില്ല. അത്രമാത്രം എനിക്കിഷ്ടമാണ്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അതറിഞ്ഞ ഒരാൾ പ്രവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമാവെന്നറിയാവോ? നമ്മള് പറയാതെ തന്നെ അവര് നമ്മൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അതിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യന്റെ മുഖമൊക്കെ വാടി. അപ്പോഴേക്കും മിത്ര ചോദിച്ചു, എന്താ ആര്യ, എന്ത് പറ്റിയെന്ന്? അത് പിന്നെ കാര്യം എന്താ വെച്ചാ പറ. അല്ല, എനിക്കപ്പം നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നല്ലേ നീ പറയണേ? ആര്യ, അങ്ങനൊന്നും ഇല്ല. ആര്യനെ എനിക്കറിയാലോ. ആര്യൻ എപ്പോഴും എന്റെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആന്റെ പൈസ ഇല്ലാത്തോണ്ടല്ലേ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദേ, ആര്യൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും ഒരിടത്തും പറയത്തില്ല. ആര്യൻ എന്നെ അത്ര ഇഷ്ടമാ, എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അത് കേട്ടപ്പോ ആര്യന് സന്തോഷമായി. ആര്യന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. താനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ മിത്രയ്ക്ക്. കാരണം ഷൂസ് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിരുന്നു, കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു വിഷമം. പിന്നീട് മിത്ര പറഞ്ഞു, ഇതൊന്നും ഓർത്ത് ആര്യം വിഷമിക്കണ്ട കേട്ടോ. എനിക്ക് അങ്ങനെ സങ്കടവും കാര്യങ്ങളൊന്നും ഇല്ല ആര്യം വാങ്ങിച്ചു തരാത്തോണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ, ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ആര്യനെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ബാലിന് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് രാമേട്ടൻ അങ്ങോട്ട് വന്നു. അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് രാമേട്ടൻ ചോദിച്ചു, അല്ല ആ ഉദയഭാനുവിന്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു. ഉദയഭാനു പോയ വഴിക്ക് പിന്നെ പുല്ല് പോലും കിളുത്തിട്ടില്ല രാമേട്ട. ഇതുവരെ ആയിട്ടും വരുവോ വിളിക്കുവോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, എടാ ബാല, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? എന്താ രാമേട്ട? അയാളെ ശരിക്കും ഒന്ന് കളിപ്പിക്കണ്ടെന്ന് ചോദിക്കണം. പൂച്ചെലിയെ കളിപ്പിക്കുന്ന പോലെ. അയാൾ ഓർക്കും ബാലൻ എന്താണെങ്കിലും അയാളുടെ പിന്നാലെ ചെല്ലാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പൈസയൊന്നും വാങ്ങിക്കത്തില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. പക്ഷെ ആ സമയത്ത് ബാലൻ എന്ത് ചെയ്യണം? ബാലന് വീണ്ടും വീണ്ടും ഇങ്ങനെ പൈസയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അയാൾ കിടന്നൊന്ന് എട്ടോട്ട് ഓടുന്നു പറയണം. ശരിക്കും പറഞ്ഞാല് ഈ എലിയെ കളിപ്പിക്കുന്ന സമയത്തെ പൂച്ച എലിയെ അടിച്ചിടും. ഇച്ചിരി സമയം കഴിയുമ്പോൾ എലി ഓർക്കും രക്ഷപ്പെട്ടെന്നോർത്ത് രക്ഷപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് വീണ്ടും പൂച്ച അതിനെ അടിച്ചിടും. അങ്ങനെ ഇട്ട് തട്ടി കളിച്ചോണ്ടിരിക്കണം ഉദയഭാനുവിന്. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഈ സമയത്ത് ബാല, നിനക്ക് സത്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ പറ്റില്ല. ശ്രീദേവി ഗർഭിണിയാണല്ലോ. ശ്രീദേവി പ്രസവിക്കുന്നോടം വരെ സത്യങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല. അതുവരെ ഉദയഭാനുവിന് എങ്ങനെയിട്ട് തട്ടി കളിക്കാനേ പറ്റുള്ളൂ. അത് കേട്ടപ്പോ ബാലനും തോന്നി ശരിയായിട്ടുള്ള കാര്യമെന്ന്. പിന്നീട് ഉദയഭാനു നിന്റെ മുന്നിലേക്ക് വരും. ആ സമയത്ത് നീ ശരിക്കും അങ്ങോട്ട് പെരുമാറിയാൽ മതി എന്ന് പറയണ. ഇപ്പൊ കുറച്ച് നാൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ശരിയാ രാമേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അവനിട്ട് പണി കൊടുക്കണമല്ലോ പറയണ. എന്റെ കുടുംബത്തിൽ കയറി എന്നെ ചതിച്ചിട്ട് വലിയ ആളും കളിച്ച് നടക്കുന്നവനവന്. രാമേട്ടൻ പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യ, നീ അവനെ ഒന്ന് വിളിക്ക, ഉദയഭാനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയാണ്. അത് ശരിയാ, നല്ലൊരു കാര്യമാണല്ലോ. അങ്ങനെ ബാലൻ ഉദയഭാനുവിനെ വിളിച്ചു. ഈ സമയം കൊതുകിനെയൊക്കെ അടിച്ചു വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് ഉദയഭാനു. അപ്പോഴാണ് ഫോൺ ബല്ലടിക്കുന്നത്. ബാലനാണല്ലോ. ഇനി പൈസ ചോദിക്കാനോ മറ്റോ ആണോ? എടുത്താലും പ്രശ്നം, എടുത്തില്ലേലും പ്രശ്നം. ഒടുവിൽ കോൾ എടുത്തു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അയ്യോ ഉദയഭാനു സാറ് വല്ല തിരക്കിലോ ആയിരുന്നോ, വല്ല മീറ്റിങ്ങിലോ വല്ലതായിരുന്നോ? ഒരു മീറ്റിങ്ങിലേക്ക് പോകുമായിരുന്നു പറയണം. അങ്ങനെ മീറ്റിംഗ് കൂടാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ സാറേ. എനിക്ക് സാറിനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു ചോദിച്ചു, എന്താ ബാല, കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല സാറ് തിരക്കിലാണെങ്കിൽ അത് പിന്നെ തിരക്കിലാണോന്ന് ചോദിച്ചാ, ഇപ്പൊ ഞാനേ മൈസൂര് വന്ന് ഇറങ്ങിയത് ഒരു ഫ്ലൈറ്റിന്. മൈസൂരോ? അതേന്നേ, ഞാൻ പറഞ്ഞല്ലോ ഒരു മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ. അതിനുശേഷം എനിക്ക് ബാംഗ്ലൂർക്ക് പോകണം. അല്ല സാറേ, എങ്കിൽ പിന്നെ ബാംഗ്ലൂർ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയാൽ പോരായിരുന്നു? മൈസൂര് വഴി ബാംഗ്ലൂർക്ക് വരണം. അതാണ്. അങ്ങനെയാണല്ലേ എന്റെ ബാല. ഇവിടെ കുറെ തൊഴിലാളികളൊക്കെ ഉണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവര്. ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഇവിടെയുള്ള തോട്ടത്തെക്കുറിച്ചൊക്കെ.
അപ്പൊ എന്റെ കുറെ തൊഴിലാളികളൊക്കെ ഉണ്ട്, എല്ലാം പാവങ്ങളാന്നേ. ഞാൻ വന്നെന്ന് അറിഞ്ഞു കഴിയുമ്പത്തിന് അവരെല്ലാം വരും, അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണ്ടേ, അതിനൊക്കെയായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന. ഓ അങ്ങനെയാണല്ലേ. പിന്നെ സാറേ ഞാനിപ്പോ വിളിച്ചെന്താന്ന് വെച്ചാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിട്ടാ. അല്ല, ബാലൻ പറഞ്ഞു, സാർ ആ പ്ലാനും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നോ ഗോമതി സ്റ്റോഴ്സിന്റെ? ഉദയഭാനു ഞെട്ടിപ്പോയി. പ്ലാന്? അത് പിന്നെ എന്താ സാറേ, സത്യം പറഞ്ഞ ബാല, എനിക്ക് അതിന് സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു. സാറിന് സമയം കിട്ടിയില്ലേ? ഇല്ലാന്നേ. അതെങ്ങനെയാ? തിരക്കോട് തിരക്കല്ലേ, ഓരോ സ്ഥലത്ത് ഓടിപ്പാഞ്ഞ് നടക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അത് കേട്ടപ്പോ ബാലന് നിന്റെ തിരക്ക എന്നൊക്കെ മനസ്സിൽ പറയാ, പക്ഷെ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലോ. ഉദയഭാനു പറഞ്ഞു, ഞാൻ നോക്കാൻ ബാലാന്ന് പറയണ. ആ സാറേ അത് സാരമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ അതിന്റെ ഒരു ചുരുക്ക രൂപം ഞാൻ ഫോണിൽ കൂടെ പറയാന്ന് പറഞ്ഞു. അത് പിന്നെ ബാലിന് തിരക്കല്ലേ, അതുപോലെ എനിക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു. എനിക്ക് എന്ത് തിരക്കാ സാറേ? എനിക്കിപ്പൊ തിരക്കില്ല. സാറിന് വലിയ തിരക്കില്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് വെക്കാം. ഇനിയിപ്പൊ സാർ ആ പ്ലാൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവില് ഉദയഭാനുവിന് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. ഉദയഭാനു പറഞ്ഞു, എന്തേലും ആട്ടെ എന്നാ ബാലൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, 3 നിലയില് ഗോമതി സ്റ്റോഴ്സ് പണിയാനായിട്ടാ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. 3 വേണമെങ്കിൽ 4 ആക്കാം, അത് സാറിന്റെ ഇഷ്ടം പോലെ. ഓ ഉദയഭാനു ദേഷ്യം വരുന്നു. പിന്നെ എല്ലാ ഫ്ലോറിലും ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അവന്റെ ഒരു ലിഫ്റ്റ് എന്ന് ഉദയഭാനു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. അത് മാത്രല്ല, ഇറ്റാലിയൻ ടൈല് വേണം ഇടാനായിട്ട്. ഇറ്റാലിയൻ ടൈലോ? ആ അതെ, അത് നല്ല അടിപൊളിയാണ്, അതിവിടെ നല്ല ഭംഗിയാണ്. ടൈലിനൊക്കെ എന്ത് തിളക്കം ആയിരിക്കുമെന്ന് അറിയാവോ? ഓ ഇനി അവൻ ഇറ്റാലിയന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ എന്ന് ഉദയഭാനു മനസ്സിൽ ഇങ്ങനെ കരുതി. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, എന്താ സാറേ, സാർ എന്താ ഒന്നും മിണ്ടാത്തെ? ആ അത് ബാല ഞാൻ കേൾക്കുന്നുണ്ട്. പിന്നീട് കുറെ ഇങ്ങനെ പറയുവാണ്. ഒടുവില് ഉദയഭാനു ചോദിച്ചു, ഇത്രേ ഉള്ളോ, ഇതൊക്കെ നിസ്സാരം അല്ലേന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ സാറേ ഇന്ന് തന്നെ ഒരു 10 ലക്ഷം രൂപ ഇട്ട് തരാവോ, എഞ്ചിനീയർക്ക് കൊടുക്കാനാന്ന് പറയണം. പ്ലാൻ വരച്ചാണ്. 10 ലക്ഷം രൂപ ഇന്ന് തന്നെയോ? എന്താ സാറേ, സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഇട്ടേക്കാൻ പറഞ്ഞു. അത് പിന്നെ ബാല, അക്കൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറയണം. പ്രശ്നോ? അതെ, അടുത്ത ആഴ്ച ആകുമ്പത്തേനും അക്കൗണ്ട് ഓക്കെ ആവുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാല പറഞ്ഞു, എന്നാൽ കാര്യം ചെയ്യുക, അടുത്ത ആഴ്ച ഇട്ടാ മതി എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച ഇടൂലോ അല്ലേ? അടുത്ത ആഴ്ച ഇടും ബാല എന്ന് ഉദയഭാനു പറഞ്ഞു. അങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ കോള് കട്ട് ചെയ്ത് ഇപ്പൊ രാമേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കണം, പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, പണി കൊടുക്കാതിരിക്കാൻ പറ്റില്ല രാമേട്ട, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവന് പണി കൊടുത്തോണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു ഉദയഭാനു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എങ്ങനെ ബാലിന് പൈസ കൊടുക്കും? ബാലിന് പൈസ കൊടുത്തില്ലെങ്കിൽ അതും പ്രശ്നമാണെന്നുള്ള കാര്യം ഉദയഭാനുവിന് മനസ്സിലായി. ഇതേ സമയത്ത് മിത്ര ആരിനും കൂടെ ഗ്രൗണ്ടിലേക്ക് വന്നു. മിത്ര ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. പാലൻ ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് നീ ഷൂസ് ഒന്നും ഇട്ടില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ആര്യ, ഞാന് എന്താ മിത്രേ നീ ഷൂസ് ഇടാതിരിക്കുന്ന എന്താ? ഇപ്പൊ തന്നെ സമയം പോയി, ഇങ്ങോട്ട് ഞാൻ ഇട്ട് തരാന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മിത്ര ആരിനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, ആര്യ ആരിന് ചെറിയൊരു ഈഗോ അടിച്ചിട്ടുണ്ടല്ലേന്ന് ചോദിച്ചു. എന്ത്? അല്ല മീനാക്ഷി അടുത്തി അതുപോലെ തന്നെ ശ്രീദേവി ചേച്ചും കൂടെ എനിക്ക് ഷൂസ് മേടിച്ച് തന്നോണ്ട് അതാണോ കാര്യം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ, പറയാതെ തന്നെ എനിക്കറിയാം ആരിന് വാങ്ങിച്ചു തരാൻ പറ്റിയില്ലോ, അപ്പൊ അതുകൊണ്ട് ആരിനൊരു ബുദ്ധിമുട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആര് ചോദിച്ചു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സ് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ വാങ്ങിച്ചരാന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു ട്യൂഷൻ ഫീസ് കിട്ടുമ്പോ നീ വാങ്ങിച്ചോളാന്ന്. ഞാൻ പറഞ്ഞല്ലേ ഞാൻ അഡ്വാൻസ് സാലറി മേടിച്ചിട്ട് വാങ്ങിത്തരാന്ന്. അതൊന്നും വേണ്ട ആര്യ, എനിക്കറിയാലോ അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ആര്യൻ എനിക്ക് വേണ്ടി നന്നായിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം. അപ്പൊ പിന്നെ അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, എന്ത് ശരിയാകത്തില്ലെന്ന്? ഒരു പ്രശ്നമില്ല, നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാ? അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്നെ ഒരു പോലീസുകാരിയായിട്ട് കാണാനായിട്ട് ആര്യൻ ഒത്തിരി മാത്രം ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ എന്നെ എക്സാം എഴുതിക്കാൻ കൊണ്ടുപോയതും ഒക്കെ ചെയ്തത്. അത് കേട്ടപ്പോ ആര്യം പറഞ്ഞു, അത് ശരിയാ, നീ അങ്ങനെ ആയി തീരാനായിട്ട് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം മിത്ര എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ എന്റെ ഈ കാശില്ലെന്ന് കരുതിയിട്ടല്ലേ നീ നിന്നോട് ട്രെയിനിങ്ങിന് പോകാനായിട്ട് അല്ലെങ്കിൽ പ്രാക്ടീസിന് പോകാനായിട്ട് അവിടെ കയറാൻ പറഞ്ഞപ്പോ നീ കയറാതിരുന്നേ? അവിടെ കുറെ പൈസ ആവുമെന്ന് വിചാരിച്ചല്ലേ? ഈ ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് പുറത്ത് ഇതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോവാണെ കുറച്ച് പൈസ കൊടുത്താൽ മതി, അവർ നന്നായിട്ട് ട്രെയിൻ ചെയ്യിച്ചോളും. പക്ഷെ എങ്കിൽ അത് കുറെ പൈസ ആവുമെന്ന് കരുതിയിട്ടാ മിത്ര അത് വേണ്ടാന്ന് വെച്ചേ. ആരെന്നത് മനസ്സിലാവും ചെയ്തു. ആര്യം പറഞ്ഞു, എനിക്കറിയാം നിന്നെ, നിനക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ നീ അതൊക്കെ വേണ്ടാന്ന് വെച്ചത്. എന്നോടൊപ്പം ഈ ഗ്രൗണ്ടിൽ വന്ന് ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം
മിത്ര ഒന്നും മിണ്ടിയില്ല. മിത്രയ്ക്ക് മനസ്സിലായി ആര്യൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ആര്യനും അറിയാം മിത്രയുടെ സ്നേഹം എത്രമാത്രമാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.